കേരള പബ്ലിക് സർവീസിന് നടത്തുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചിന്തിച്ച് നോക്ക്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എഴുതാൻ പറ്റുന്ന ഇഷ്ടംപോലെ എക്സാമിനേഷൻസ് ഉണ്ട്. അതിൽ നമ്മുടെ വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരും, യൂണിവേഴ്സിറ്റിയിലുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരും, പിന്നെ പല ചില അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സ് പോസ്റ്റ് ഉണ്ട്. പക്ഷേ അവിടെ എല്ലായിടത്തും വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്ത് 50% ടോപ്പിക്കും സിലബസ് ആണ്, 25% ഉള്ളൂ മെക്കാനിക്കലിൻ്റെ ടോപ്പിക്, പിന്നെയുള്ള 25% കെമിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കാണ്. സോ നമുക്ക് സ്പെസിഫിക്കലി ഡെഡിക്കേറ്റഡ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ട്, പക്ഷേ വേക്കൻസി കുറവായിരിക്കും അല്ലേ? സോ ഇത്തരം പ്രോബ്ലംസ് നിങ്ങൾ പല എക്സാമിനും കണ്ടിട്ടില്ലേ? എനിക്ക് തന്നെ അറിയാവുന്ന പല സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്, സാർ ഒരു വേക്കൻസി ഉള്ളൂ, 2 വേക്കൻസി ഉള്ളൂ, പഠിച്ചാൽ എങ്ങനെ കിട്ടാനാ? വിഷമിക്കേണ്ട. കേരള പബ്ലിക് സർവീസ് നടത്തുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ പറ്റിയ നമ്പർ 1 എക്സാമിനേഷൻസിൽ ഒന്നാണ് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിനേഷൻ. 2015 നടന്ന എക്സാമിനേഷന് 372 അഡ്വൈസാണ് പോയിരിക്കുന്നത്. 372 അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് 5 വർഷം കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. എത്ര വേക്കൻസീസ് അറിയില്ലെന്നാണ് ഇട്ടിരുന്നത്. അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ PSC നടത്തിയ ആദ്യത്തെ എക്സാമിനേഷനായിരുന്നു. അതിന് മുമ്പ് വരെ ഡയറക്റ്റായിട്ട് നമ്മുടെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്താണ് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ആക്കിക്കൊണ്ടിരുന്നത്. ഡയറക്റ്റായിട്ട് ആർക്കും MVA ആവാൻ കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ AMVA ആകാൻ കഴിയില്ലായിരുന്നു. 2015 ആദ്യമായിട്ട് സംഭവിച്ചു. 5 വർഷം കൊണ്ട് 372 പേരെ അവർ അപ്പോയിൻറ്റ് ചെയ്തു. 2023 രണ്ടാമത്തെ എക്സാമിനേഷൻ വന്നു. അന്ന് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 30 ആയിരുന്നു. 23 നടന്ന എക്സാമിനേഷൻ കൃത്യം 1 വർഷം കൊണ്ട് 24 സെപ്റ്റംബർ ആയപ്പോൾ 93 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അതായത് 30 വേക്കൻസിയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തെങ്കിലും 1 വർഷം കൊണ്ട് 93 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്തു PSC. സോ ഇതിൻ്റെ ഗ്രോത്ത് എങ്ങോട്ടാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. എന്തൊക്കെ റീസൺസ് ആണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ലൈഫിൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി അല്ലേ? അത് നമ്മളെ ഡയറക്റ്റ്ലി അഫക്റ്റഡ് ആവുന്ന കാര്യവുമാണ്. കാരണം എന്താണ്? AI ക്യാമറാസ്. ഈ AI ക്യാമറാസിനൊക്കെ മോണിറ്റർ ചെയ്യുന്ന ആരാണ്? AMVs ആണ്. അവർക്കതിന് കൺട്രോൾ സെൻറ്റേഴ്സ് ഉണ്ട്, അവർക്കതിന് ഒരുപാട് സബ്സിഡറി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതല്ലാണ്ട് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യുക, ലൈസൻസ് ഇഷ്യൂ ചെയ്യുക മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ജോലി. മാറുന്ന സാഹചര്യങ്ങളനുസരിച്ചുള്ള റോഡ് സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് ഈ മൊബൈൽ എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ്, അങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ തന്നെ ഹൈവേസ് എല്ലാം മാറുവാണ്, 6x6 ആയിട്ട് റോഡുകൾ മാറുവാണ്. അതിനനുസരിച്ച് പുതിയ റൂൾസ് വരും, പുതിയ ക്യാമറ സിസ്റ്റംസ് വരും. അത് മോണിറ്റർ ചെയ്യാനായിട്ട് വീണ്ടും വേക്കൻസീസ് വരും എന്നുള്ള കാര്യം ഷുവറാണ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. റിക്വയർമെൻറ്റ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. സോ വേക്കൻസി ഉറപ്പായിട്ടും ക്രിയേറ്റ് ആവും. സോ ഇതാണ് ഞങ്ങളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഇതുവരെ നടന്നത് വെച്ചിട്ട് അതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. മാത്രമല്ല നിങ്ങൾക്കറിയാം, നിയർലി 85 RTO ഓഫീസുകൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഈ RTO ഓഫീസുകളെല്ലാം ഫുള്ളി ഫംഗ്ഷൻ ആവുന്നതനുസരിച്ച് ഇനിയും വേക്കൻസീസ് കൂടും. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആദ്യമായിട്ട് വന്നൊരു നോട്ടിഫിക്കേഷൻ തന്നെ 372 പേരെ അപ്പോയിൻറ്റ് ചെയ്തത് 2020 കൊണ്ട് തന്നെ. 2020 കൊണ്ട് തന്നെ ഇത്രയും പേര് അപ്പോയിൻ്റ് ചെയ്യാനുള്ള കാരണം 85ഓളം RTO ഓഫീസുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അക്രോസ് കേരള. സോ അവിടെയൊക്കെ ഇനിയും വേക്കൻസീസ് ക്രിയേറ്റ് ആവും. കൂടുതൽ വേക്കൻസീസ് ഇനിയും വരും. ഈ ലിസ്റ്റിന് ഇനി എത്ര നാൾ കാലത ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സോ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ ഇനി അധിക നാൾ ബാക്കിയില്ല. ചിലർ ചോദിക്കും, വന്നിട്ട് പഠിച്ചാൽ പോരെ, എന്തിനാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങാത്തൊരു പോസ്റ്റ് വേണ്ടി എന്തിനാണ് ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചില സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ പിന്നെ വരാൻ പോകുന്ന എക്സാമിന് ഇപ്പോഴേ പഠിക്കേണ്ടതെന്ന്. കാരണം അതിന് ഏറ്റവും വലിയ റീസൺ, കഴിഞ്ഞ തവണ വന്ന എക്സാമിനേഷൻ്റെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് 6 months പോലും സമയം ഉണ്ടായിരുന്നില്ല എക്സാമിന്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 2015 നടന്ന എക്സാമിനേഷൻ്റെ സിലബസ് കംപ്ലീറ്റ്ലി മാറ്റി. അതിനകത്ത് പുതിയ സബ്ജക്ട് റിലേറ്റഡ് ടോപ്പിക്സ് വന്നു 20 മാർക്കിന്. അതിനകത്ത് മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകൾ കൊണ്ടുവന്നു. മുമ്പുണ്ടായിരുന്ന ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവർ പകരം കൊണ്ടുവന്നത് സബ്ജക്ട് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. സോ 20 മാർക്ക് അപ്പം തന്നെ എന്തായി? സബ്ജക്ട് റിലേറ്റഡ് ടോപ്പിക്സായി, മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകളായി, ലൈസൻസിങ്ങിനുള്ള കണ്ടീഷൻസായി, ഇത്തരം ടോപ്പിക്സ് എല്ലാം വന്നു. അപ്പോൾ പുതിയതായിട്ട് ടോപ്പിക്ക് വന്നു. 6 monthsനുള്ളിൽ എക്സാം വന്നപ്പോൾ അതും പ്രോപ്പറായിട്ട് പഠിക്കാൻ ആർക്കും സമയം കിട്ടിയില്ല. സോ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾ ഇത്തരം സിറ്റുവേഷൻസിൽ അഫക്റ്റഡ് ആകത്തില്ല. സോ നിങ്ങളതിനെ ലൈറ്ററായിട്ട് കാണരുത്. പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻ വേണം, നല്ല ബാക്കപ്പ് വേണം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഉണ്ട്. ഒരു ഡിപ്ലോമക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ജോലിയാണ് കേരള PSCയുടെ കീഴിൽ. ഇത്രയും മികച്ചൊരു ജോലി ഒരു ഡിപ്ലോമക്കാരന് ഡയറക്റ്റ് എൻട്രി കിട്ടാൻ മറ്റൊരു ഓപ്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇതൊരു യൂണിഫോംഡ് ജോബാണ്. 2, ഇതൊരു ടെക്നിക്കൽ ജോബാണ്. സോ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്ക് അയാളുടെ ഒരു യൂണിഫോം ജോബ് എന്നൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ഇതിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്കൊരു എഞ്ചിനീയറായി തന്നെ വർക്ക് ചെയ്യാം, നിങ്ങൾക്കൊരു യൂണിഫോംഡ് ജോബിൽ ഇടാം. അത് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തുമില്ല. കാരണം എന്താണ്? എല്ലാ പബ്ലിക് ഹോളിഡേയ്സും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് അവധിയാണ്. സോ അന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരത്തില്ല. ജോലി ചെയ്താലും അതിന് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഇത്തരം ബെനിഫിറ്റ്സ് ഉള്ള ഒരു യൂണിഫോംഡ് ജോബ് വേറെ ഏതാ ഉള്ളത്?
നിങ്ങൾ എനിക്ക് പറഞ്ഞതാണ്. സോ ചിന്തിച്ച സമയം കളയരുത്. രണ്ടാമത്തെ കാര്യം, ഡിപ്ലോമക്കാരുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. അതിനൊരു അഡ്വേഴ്സ് എഫക്റ്റും ഉണ്ട്, ഒരു നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. സോ പോസിറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം വളരെ സിമ്പിളാണ്. കഴിഞ്ഞ തവണ 2023 വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രോബ്ലം പോലും ചോദിച്ചിട്ടില്ല. എല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണെന്ന്, ഹൂക്സ് ലോ ആണെന്നും നമ്മൾ +2 മുതൽ പഠിക്കുന്ന കാര്യമാണ്. ഒരു മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എക്സാമിൻ്റെ ലെവൽ എത്ര ആയിരിക്കുമെന്ന്. ഒരു പ്രോബ്ലം പോലും ചോദിച്ചിട്ടില്ല. ചില കുഞ്ഞു കുഞ്ഞു ഫോർമുലകൾ ചോദിച്ചിട്ടുണ്ട്, വലിയ ഫോർമുലകളൊന്നും ചോദിച്ചിട്ടില്ല. വളരെ ബേസിക് ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ റീസൺ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ ഡിപ്ലോമ കൂടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സോ അവർക്ക് കൂടി കോമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് ബിടെക് സ്റ്റുഡൻസിന് വരുമെങ്കിലും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരാൻ പോകുന്നത് എക്സാം വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. സോ എക്സാം എളുപ്പമാകുമ്പോൾ എന്താവും, കൂടുതൽ പേർക്ക് ഉത്തരങ്ങൾ അറിയാമായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, കട്ട് ഓഫ് ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് കട്ട് ഓഫിന് അടുത്ത് പോലും എത്താൻ കഴിയില്ല. കാരണം എല്ലാവർക്കും എഴുതാൻ പറ്റുന്നൊരു 30-40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ കട്ട് ഓഫ് അതിൻ്റെയൊക്കെ ഇരട്ടി ദൂരത്തിലായിരിക്കും. സോ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായ പ്ലാനിങ്ങിൽ കൃത്യമായ വർക്കൗട്ട് ഉണ്ടായിരിക്കണം. ഏത് എക്സാമിന് നിങ്ങൾ പഠിച്ചാലും, അത് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ എക്സാം എന്താണെന്ന് അറിഞ്ഞ് പഠിക്കുക. നിങ്ങൾ എക്സാമിൻ്റെ സിലബസും പാറ്റേണും മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്തിട്ട് പോയി ഓവർസിയർ എക്സാം എഴുതിയാൽ പാസ്സാവുമോ? ആവില്ല. ഓവർസിയറിന് വേണ്ടത് വേറൊരു സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷനാണ്, വേറൊരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷനാണ്. സോ എക്സാം എന്താണെന്ന് മനസ്സിലാക്കുക, കൃത്യമായി അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക, പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക, അപ്രോച്ച് ചെയ്യുക. 2, ഡെഡിക്കേറ്റഡ് പ്രാക്ടീസ് ഇല്ലാണ്ട്, കൃത്യമായ പ്രാക്ടീസ് ഇല്ലാണ്ട് ആർക്കും ഒരു എക്സാമും എഴുതാൻ കഴിയില്ല. PSC വെറും ഭാഗ്യപരീക്ഷണമായിട്ട് കാണരുത്. നിങ്ങൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈമും എഫേർട്ടും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വേണ്ടി എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞു, സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഇതിന് എസെൻഷ്യലാണ്. 2, എന്താണ് എക്സാമിന് പാറ്റേൺ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം കയ്യിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. സോ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വേണം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം, പല മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ പ്രോബ്ലം, നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് സഫീഷ്യൻ്റ് ആണോ, നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. സോ എൻട്രി സ്കീമിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേറ്റഡ് കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ടീച്ചേഴ്സ് അതിന് വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കോഴ്സ് ജോയിൻ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും.